അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. പ്രതിസന്ധിയുടെ നടുവിൽ ഇരിക്കുമ്പോഴും, വേദനയുടെ നടുവിൽ ഇരിക്കുമ്പോഴും, രോഗത്തിന്റെ അവസ്ഥയിൽ ഇരിക്കുമ്പോഴും പരാതി പറയുവാനോ, ദൈവത്തോട് പിറുവിറുക്കുവാനോ, ശപിക്കുവാനോ, മറ്റുള്ളവരെ കുറ്റം പറയുവാനോ തയ്യാറാകരുത്. നാം യേശു കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുക. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിന്റെ 55-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. നാം നോക്കേണ്ടത് രാഷ്ട്രീയക്കാരുടെ മുഖത്തേക്കല്ല, അധികാരികളുടെ മുഖത്തേക്കല്ല, നമുക്ക് പരിചയമുള്ള ആളുകളുടെ മുഖത്തേക്കല്ല. നാം നോക്കേണ്ടത് കർത്താവിന്റെ മുഖത്തേക്കാണ്. നാം നോക്കേണ്ടത് സ്വർഗത്തിലേക്കാണ്. നാം നോക്കേണ്ടത് യേശുവിന്റെ മുഖത്തേക്കാണ്. ഇന്ന് പകൽ ആരുമായിട്ടാണ് നമുക്ക് കൂടുതൽ ബന്ധം? അവരുടെ മുഖത്തേക്കാണ് നമ്മൾ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ, ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ നാം ശ്രദ്ധിക്കാറുള്ളത്. പ്രതിസന്ധിയുടെ നടുവിൽ ഭൂമിയിലുള്ള ആളുകളുടെ മുഖത്തേക്കല്ല, മറിച്ച് നമുക്ക് വേണ്ടി ജീവനെ നൽകിയ, നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം നൽകിയ, നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട യേശു കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ, നമ്മെ ചേർക്കുവാനായി വീണ്ടും വരാമെന്ന് പറഞ്ഞ യേശു കർത്താവിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കിയാൽ, സങ്കീർത്തനക്കാരൻ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. അവങ്കിലേക്ക് നോക്കിയവർ ആരും ലജ്ജിച്ചു പോയിട്ടില്ല. യേശു കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഗുണമാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അവങ്കിലേക്ക് നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ല, അവരുടെ മുഖം പ്രകാശിതരായി. അതിനർത്ഥം നിന്റെ ജീവിതത്തിൽ പിശാചിട്ടിരിക്കുന്ന ഇരുളിനെ നീക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. നീ ലജ്ജിക്കുവാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. ഓഫീസിൽ ലജ്ജിക്കുവാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. രക്തബന്ധങ്ങളുടെ നടുവിൽ ലജ്ജിക്കുവാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. ദേശത്തിൽ ലജ്ജിക്കുവാൻ എന്റെ കർത്താവ് നിങ്ങളെ അനുവദിക്കത്തില്ല. നീ ലജ്ജിച്ചു പോകുവാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല.